നീ എന്തിനാ കുറച്ചത്? നീ കുറച്ചത് കൊണ്ട് മാത്രം നിന്നെ 2 റൗണ്ട് നടത്താൻ പോകും. ഇങ്ങോട്ട് പോ. അതെന്തോ വെള്ളം കുടിക്കാതെ എന്തുകൂടെ? അതെന്തോ അതെവിടെ പോയതാ? കല്ലു അറ്റാക്ക്. അത്ര ഉള്ളടി, ഇത്ര ഉള്ളു. കല്ലു ഞങ്ങളുടെ വേട്ടമൃഗോ. അറ്റാക്കൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കോ അല്ലോടി. കള്ളം വരുമ്പോ കാണിച്ചു തരാം. ഇതുണ്ടോ അച്ഛനും മോളും കൂടെ സ്നേഹപ്രകടനം. നീയും അവളും കൂടെയുള്ള വഴക്ക് ഒരു കാലത്തും തീരത്തില്ലോടി. നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അവിടെ വെച്ചൊന്നും പറഞ്ഞു. നീ എടുക്കടി നിന്റെ കയ്യിലല്ലേ? എന്ത് എടുക്കടി ദോരിക്കുന്നടി ഡീനി വണ്ടി. ഇപ്പഴാ കൊച്ചു കണ്ട. അല്ല മിണ്ടണ്ട അവിടെ നിന്ന് അവളെ എടുക്കട്ടെ. അവിടെ ഉണ്ടോ പന്ത്? എടി ഇവിടെ പന്തിന്റെ പടം വരച്ച് വെച്ചിട്ടില്ലേ? അവള് വിചാരിച്ച അതാ പന്തെന്ന്. എന്താ മോനെ? ചെറിയ അതിന്റെ വെള്ളം പൊക്കി വെച്ചോ? ഓടാ കള്ള. വേണ്ടതാ അവിടെ കൂടെ കയറി എടുക്കുന്നീ. എവിടെയാടി? ഏതാണ്ട് ഇവിടെ ഇരിപ്പുണ്ടോ? എവിടാ നീ വെക്കുന്ന പോലെ കാണിച്ചത്? അപ്പൊ കല്ലു അവിടെ തപ്പുന്നല്ലോ. അവിടെ എന്തെങ്കിലും കാണുപടി ചിലപ്പോ അതിനകത്ത്. എടീ പട്ടിയെ വിശ്വസിച്ചാലും കുട്ടിയെ വിശ്വസിക്കരുതെന്നാ. നീ യഥാർത്ഥത്തിൽ ഇവിടെ വല്ലതും വെച്ചോ? രസാ കുറച്ച് അമ്മായിയമ്മകളെ ഇച്ചിരി കൂടുന്നുണ്ട്. ഇങ്ങനെ മാറി കല്ലു എടുത്തോ? അയ്യോ എടുത്ത് ഇറങ്ങിയോട്. കല്ലു തന്നെ എല്ലാം ചൂണ്ടോടി. കല്ലുവിന് ഞങ്ങളുടെ രഹസ്യ ട്രെയിനിങ് അല്ലോടി. ഹാപ്പി ഇങ്ങോട്ട് കയറടി. നിനക്ക് എണ്ണ തേച്ചതിന്റെ റിവ്യൂ പറയട്ടെ. ഇപ്പൊ ഒരാഴ്ചയായില്ലേ? അതാണ്ട് ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാലറിയാം, ഒരു ഡ്രൈ അല്ലായിരുന്നു സ്കിന്ന്. അത് മാറിയിട്ട് അത്യാവശ്യം ഗ്ലോ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെള്ളിന്റെ റിവ്യൂ പറയാൻ പറ്റത്തില്ല, കാരണം ഇവർക്ക് ചെള്ളില്ലായിരുന്നു. ഹെയർ രോമം കൊഴിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ്ട് നല്ല രീതിയിൽ കൊഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ സീസണിൽ നല്ലോണം കൊഴിച്ചിലുള്ളതാണ്. അപ്പൊ കൊഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് റിവ്യൂ പറയാനുള്ളത്. നമ്മൾ ഒരാൾക്കേ തേച്ചുള്ളൂ. സാമ്പിളായിരുന്നു അയച്ചു തന്നത്. ഇതിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യുക. അപ്പം പിന്നീടുള്ളവർക്ക് അതൊരു ഹെൽപ്പിംഗ് ആയിരിക്കും. എന്തായാലും ഞാൻ ഏത് ടൈപ്പ് കമന്റ് ആണെന്നുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ചവിട് ഇപ്പൊ കിട്ടുപടി. ചെറിമാവന് ഓണത്തിന്റെ ഇടയ്ക്ക് ഇവിടെ പുട്ട് വെച്ചോടോ. അതിന്റെ ഇടയ്ക്ക് കാത്തുമില്ലേ, ഈ മരത്തിന്റെ വേര് വന്ന് കടിച്ചു തിന്നോണ്ടിരുന്നയാ. വേരോ? എന്തൊക്കെ ചെയ്യുമെന്ന് പറ. ചെറിമാമൻ ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ കയറാനായിട്ടൊക്കെ പറ്റുമോ? ചെറിമാമന് ആ വലിയ ഹൈറ്റ് ഉള്ളതിലൊക്കെ ചാടി കയറാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ പറയുമ്പം ചെയ്യത്തില്ല. പക്ഷെ ഇതേപോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ തുണിയും ചുറ്റി അതിന്റെ മേളിൽ നിർത്തണം. കൊണ്ട് വെള്ളം കൊടുക്കടി, ചൂടിന്റെ ആവും. ആർക്കാ? അവന് എന്തുവാ, അവന്റെ കൂട്ടുകാരിമാരെല്ലാരും ഇപ്പൊ ആരും അടുപ്പിക്കുന്നില്ല. അതിന്റെ വിഷമല്ല എന്തു. അവൻ ആ കൂട്ടിനകത്ത് കയറിയിട്ട് മാടിന്ന് എഴുതിയിട്ട് അവിടെ മടി പിടിച്ച് കിടക്കുക. ആമി എഴുതിയത് മാടിന്നായിരുന്നു. അതുകൊണ്ട് ഈ ട്യൂണയൊക്കെ കഥയ്ക്കുന്നത് കണ്ടോ? ഭയങ്കരമായിട്ടുള്ള ചൂട് സമയമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കാർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് നമ്മൾ വെയിലത്ത് വിടാതിരിക്കുക. ഇതേപോലെ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്ന കണ്ടാലോ, നേരത്തെ ഈ കല്ലുവിന്റെ വായിൽ നിന്ന് വെള്ളം വീഴുന്ന കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതേപോലെ വെള്ളം വീഴുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളൊരു തണുത്ത സ്ഥലത്തോട്ട് മാറ്റിയിട്ട് വെള്ളം നല്ലോണം കൊടുക്കണം കേട്ടോ. ഹീറ്റ് സ്ട്രോക്കിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഈ ക്ലൈമറ്റിൽ. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പം തന്നെ ഈ ട്യൂണയുടെ അവളെ കൊണ്ടേ വെള്ളം കൊടുക്കടി. ട്യൂണയ്ക്ക് അവക്ക് ഈ കളിച്ചോണ്ടിരിക്കുമ്പോ അറിഞ്ഞൂടാ, അവള് ക്ഷീണിച്ചു പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ അവക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ കൊണ്ടുപോയി കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇനി വാ, ഇതുപോലെ ആ പന്തിന് വേണ്ടിയിട്ടാ പോകുന്നത്. അന്നേരവും ഇവൾ അവസാനം കുഴഞ്ഞ് വീഴുമ്പോ മാത്രമേ നിർത്തത്തുള്ളൂ. എൻഡ് വരെയുള്ള ഫൈറ്ററാണ്. ഫൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് മറിഞ്ഞ് വീഴുന്നത് വരെയും അവള് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും.
വെള്ളം കുടിച്ചിട്ട് പോകും പൊയ്ക്കോട്ടെ. പക്ഷെ വെള്ളം കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കാനായിട്ട് ഓർക്കുക. അത് കല്ലൂന് കഴിഞ്ഞ പ്രാവശ്യം ചൂട് സമയത്തല്ലായിരുന്നു അവിടെ അവക്ക് ക്ഷീണം വന്ന് നമ്മള് പൊക്കി ആശുപത്രിയൊക്കെ കൊണ്ടുപോയായിരുന്നു. കാറിനകത്ത് കയറി എ സി ഇട്ടപ്പോഴത്തേന് ആ വായി എന്നുള്ള സലൈവേഷൻ മാറി. നമ്മൾ വിചാരിച്ചു എല്ലാം വിഴുങ്ങിയതാന്നൊക്കെ വിചാരിക്കും. ഈ വൊമിറ്റ് ചെയ്യുകയും വായും തുപ്പൽ വന്നോണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ഈ ചൂട് സമയത്ത് മെയിൻ ചാൻസ് ഇതിനാ. ഇത് കണ്ടോ കണ്ടാ അവിടെ ഇനി നീ കളിക്കണ്ട കേട്ടാ. ട്യൂണയുടെ ഇന്നത്തെ കളി തീർന്ന്. ഇത് കണ്ടോ കാലൊക്കെ കുഴഞ്ഞ് ആടി വിറയ്ക്കുന്നു. ഇപ്പൊ ഈ പന്തെടുത്ത് കഴിഞ്ഞാൽ അവള് വീണ്ടും ആ ഫൈറ്റിംഗ് പവറിൽ വരും. നമ്മുടെ കല്ലു ഏത് ബ്രീഡാന്ന് ചോദിച്ചു ഇപ്പോഴും നമുക്ക് എല്ലാ ദിവസവും കമന്റ് കാണാം. കല്ലു എന്ന് പറയുന്നത് ലാബ്രഡോറിന്റെയും ബോർബുളിന്റെയും കൂടെ മിക്സ് ആണ്. ഇവക്ക് ഏകദേശം ഇപ്പോ 1.25 വയസ്സ് ഒക്കെ, 1.25 1 വയസ്സ് കഴിഞ്ഞായിരുന്നു. 1 1.5 ഇടയ്ക്ക് നിൽക്കുവാണ്. ഇവള് എല്ലാ കാര്യവും നമ്മുടെ ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും നല്ലോണം ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഇവളാ അല്ലേടി. എല്ലാ കാര്യവും പറഞ്ഞാൽ കേൾക്കും. നമ്മുടെ ദേഹത്ത് ചാടിക്കയറത്തില്ല. അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റുമാണ്. പുറത്തുനിന്ന് വരുന്നവരുമായിട്ട് യാതൊരു കമ്പനിയും ഇല്ല താനും. നമ്മളിപ്പോൾ കളിക്കാനായിട്ട് അവരുടെ കൂടെ വിട്ടിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണാൻ വരുമ്പോഴേ അവരുടെ കൂടെ വിട്ട് കഴിഞ്ഞാലും ഇവള് അധികമായിട്ടൊന്നും അവരുമായിട്ട് കമ്പനി ആവുന്നത് പോലും ഇല്ല. നമ്മൾ അവളുടെ ഒരു രീതിക്ക് അങ്ങ് വിട്ടേക്കുവാണ്. പക്ഷേ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയ്ക്ക് നമ്മൾ ട്രെയിനിങ് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് വരും. കാരണം ഇവളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഇവളുടെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ ഇവൾക്ക് നല്ല ഒരു ഗാർഡിങ് മെൻറ്റാലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലൊരു അഗ്രഷൻ കിടപ്പുണ്ട്. അതുകൊണ്ടിട്ട് നമ്മൾ നല്ലവണ്ണം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. ഇപ്പം ലീഷ് വാക്കിങ് തന്നെ ഒന്ന് നടന്നേടി മോളെ. നടക്കുമ്പോഴേ ഇവളെ ആ ലൂസായിട്ട് ലീഷ് ഇട്ടൊന്ന് നടന്നേ. അവൾ നമ്മുടെ കൂടെ തന്നെ നടക്കത്തുള്ളൂ. ഇത് കണ്ടോ, ഒരു പൊടി പോലും അവൾ പുള്ളി ചെയ്യത്തില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ നടക്കുന്ന ആ ഒരു ക്യാരക്ടറാണ്. അവള് നമ്മളുമായിട്ട് ചേർന്ന്, അതായത് നമ്മൾ ലീഷ് ഇല്ലാതെ ഓഫ് ലീഷിൽ നടക്കുന്നത് പോലെ തന്നെ ഓഫ് ലീഷിൽ കൂടെ നടക്കത്തില്ലേ ഹീൽ വാക്കിങ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവൾ ചെയ്യും. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും ലീഷിലേ പോകത്തുള്ളൂ. അത് നമ്മളുടെ ആ ഒരു നാടിൻ്റെ ആ ഒരു അവസ്ഥയും, ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്, വാഹനങ്ങൾ എവിടെ നിന്നൊക്കെ കയറി വരുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ലീഷ് വാക്കിങ് ഇപ്പോൾ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഡോഗ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ലീഷ് ഇട്ടിട്ട് പുള്ളി ചെയ്യാത്ത വിധത്തിൽ ഇതേപോലെ വാക്ക് ചെയ്യിക്കുക. ലീഷ് വാക്കിങ് എന്ന് പറയുമ്പം ഒരു 75% ട്രെയിനിങ് അതിനകത്തുണ്ട്. നമ്മളെ അവർ ലീഡ് ചെയ്തുകൊണ്ട് പോകത്തില്ല. നമ്മളെ വലിച്ചുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ മുന്നിൽ ലീഡ് ചെയ്ത് പോകാന്നുള്ളതാണ്. ഇത് കണ്ടോ, കാലിനോട് ചേർന്ന് നടക്കുന്നുണ്ടോ. അതായത് നമ്മുടെ കാലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് അവൾ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ലീഷ് വാക്കിങ് ചെയ്യുക. കാരണം പലരും പറയത്തില്ലേ ഒരു വയസ്സ് വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേന് സ്വഭാവം മാറി എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ആ ഒരു സമയത്ത് ട്രെയിനിങ് ശക്തമാക്കുക. പിന്നെ അതേപോലെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കമാൻഡ്സൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എല്ലാം ഒന്നും വേണ്ട. നമ്മളിപ്പോൾ സിറ്റ് ഡൗൺ ഒരുപാട് കമാൻഡുകൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഞാൻ ടെസ്സയൊക്കെ പഠിപ്പിച്ചപ്പം ടെസ്സയും ടെറിയയും വരെ നമ്മൾ ഒരുപാട് കമാൻഡ്സൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും പേരായിട്ട് പാക്ക് ഇത്രയും ഇച്ചിരൂടെ വലുതായപ്പോഴത്തേനും നമുക്ക് അങ്ങനെ എല്ലാവരെയും കൊണ്ടിട്ടും കമാൻഡ് ചെയ്യിക്കേണ്ട കാര്യമില്ല. ബിഹേവിയർ, ഒബീഡിയൻസ് അതിനകത്താണ് ഫോക്കസ് ചെയ്യുന്നത്. നടന്നു പോടി. ലീഷ് താഴെ ഇട്ടേടി, കയ്യിൽ നിന്ന് താഴെ ഇട്ടേ. നടന്നേ, നീ അങ്ങ് നടന്നു വയ്ക്കൂ. ഇത് കണ്ടോ, അവളെ കൂടെ നടന്നോളും. അവളാ നടക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി നോക്കേ, ക്യാറ്റ് വാക്കിങ് പോലാണ്. നീ നിന്നേടി, കണ്ട അവളെ കൂടെ നിൽക്കും. വീണ്ടും നടന്നോ. നല്ലോണം നമ്മുടെ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഇവിടെ നടന്നു വരണം കേട്ടോ. നമ്മുടെ ഡോഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇച്ചിരി ഒരു വലിയ ലാർജ് ബ്രീഡാണെന്നുണ്ട്, അത്യാവശ്യം സൈസുള്ള പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ നിൽക്കാത്ത ടൈപ്പ് ലാബ്രഡോർ ആണെങ്കിൽ പോലും ഇതേപോലെ നടത്തി ശീലിക്കണം ഈ ഒരു ടൈം ആകുമ്പോഴത്തേന്. കണ്ടോ അവള് കാലിനോട് ഒട്ടി നടക്കുന്നുണ്ടോ. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കല്ലുവിനെ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അല്പം ഒരു ഇച്ചിരി ഇതായിട്ടാണ് കാണുന്നത്. അല്പം ഇതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ക്യാരക്ടർ മറ്റുള്ളവരിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് കളിക്കുമ്പോഴത്തേനത് കാണത്തില്ല, മനസ്സിലാകത്തില്ല. പക്ഷെ നമുക്ക് ദിവസവും ഇടപെടുമ്പോഴത്തേന് നമുക്ക് അറിയാൻ പറ്റും അവൾ എന്തൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ളത്. അവൾക്ക് ഈ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത്
ഇവക്ക് കുര കുറവാ അല്ലേടി? ഭയങ്കര കുറച്ചേ അവള് കുരയ്ക്കത്തുള്ളു. പക്ഷേ എങ്കിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഒരാൾ വന്ന് ചാടുവാണെന്നുണ്ടെങ്കിൽ ഇവള് പിടിക്കും, ഉറപ്പാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേനെ അവള് പോയി അവിടെ നിന്നിട്ട് എല്ലായിടവും വീക്ഷിക്കും. അതുകൊണ്ട് 4 കോർണറിൽ ഏതെങ്കിലും ജീവജാലങ്ങളുണ്ടെങ്കിൽ, പക്ഷെ അങ്ങ് ഓടിയൊന്നും പോകത്തില്ല. ആ ഒരു സ്ഥലത്ത് ഇനി വീണ്ടും നടന്നു തുടങ്ങിക്കോ. ഇനി വീണ്ടും നമ്മുടെ കൂടെ വരും. കോടി ഇനിയിപ്പോൾ എൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് തന്നത് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുമ്പോഴത്തേന് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കൂടി, ഇത് എൻ്റെ കൂടെ വന്നാൽ. നീ ഇവളങ്ങോട്ട് കയറുമ്പോഴത്തേന് ചിലപ്പോൾ ടെസ ഒന്ന് അവളെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിടും. എടി അയാളല്ല, ഞാനാ നിന്റെ ആശാനെന്ന് പറയും. എന്തുവാ? ഇനി വാ ടൂണ, ഇനി വാ കൂട്ടി കയറി കയറി ടൂണ, കല്ലോ കൂട്ടി കയറി. ഇനി വാ കയറി ടൂണ കയറി. ഹാപ്പി ഇവിടെ വാ. ഹാപ്പിക്ക് ഓടണ്ട, വേണ്ട ഇനി ഓടണ്ട, ഇനി ഓടണ്ട. ഇരേലി വെച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ കേറ്റുമ്പോ ഉള്ളതാ ഈ ചൂണക്ക്. നീ ഡേ ടൂണ കയറി, കണ്ട ഡേ കയറിയത്ത്. എന്താ മതി ഓടിയത്? ഞാക്ക് അങ്ങ് എത്ര ഓടിയാലും എത്ര കളിച്ചാലും തീരാത്ത ഒരേ ഒരു അവിടെ കട. ആ നീ എന്തിനാ കുറച്ചത്? നീ കുറച്ചത് കൊണ്ട് മാത്രം നിന്നെ 2 റൗണ്ട് നടത്താൻ പോകും. ഇങ്ങോട്ട് പോ. അതെന്തോ വെള്ളം കുടിക്കാതെ എന്തുകൂടെ? അതെന്തോ അതെവിടെ പോയതാ? സാധാരണഗതിയിൽ അവളെ വിളിച്ചാലും കൂട്ടി നിറങ്ങാത്ത ആള് എന്തുകൂടെ? ഓയ്യോ ബിസ്ക്കറ്റ് വാ. എന്റെ ഭഗവാനെ, നമ്മൾ കട്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കുവോ? അതെ ഇവൻ ഈ ചാടി ഇറങ്ങി എന്തോന്നറിയാവോ? നല്ല ഇത് കണ്ടാ ചെറുക്കന്റെ പവറ്. എടുത്തു കൊടു. എങ്ങനെ കണ്ടുപിടിച്ചടി അപ്പുറത്ത് കിടന്നവൻ? ഞാൻ ആലോചിക്കുന്നു, ഇവന് കുട്ടിക്ക് പറഞ്ഞാൽ പോലും ഇറങ്ങാത്തവൻ അവിടെ കിടന്ന് കുറയ്ക്കുന്നത് എന്തിനാണ്? അവനും കൊടുത്തു, അവൻ കണ്ടുപിടിക്കല്ലേ. ഇത് എല്ലാം തീർന്നെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിപ്പോയി കയറി കിടന്ന് ഉറങ്ങും കേട്ടാ. ഇനി ഓർണോടല്ലേ ഉള്ളു. ഇല്ല അവൻ അറിയാവടി ഓർണോടുണ്ടെന്ന് അറിയാം. തീർന്നെന്ന് പറഞ്ഞാരാ കേട്ടോ അത് കഴിയുമ്പോ. ആ തീർന്ന് നീ ഇല്ല, ഇനി ഇല്ലെന്ന് പറഞ്ഞപ്പോ എങ്ങോട്ട് പോയി? തീർന്നെന്ന് പറയുമ്പോ അങ്ങോട്ട് പോയി. ആ കൂട്ടി വേണ്ട, മറ്റേ ഇതിൽ കയറ്റി. ഇനി വാ. തീർന്നെന്ന് മനസ്സിലായി കഴിയുമ്പോ കൊച്ചെങ്ങോട്ട് പോയി? കണ്ട ചെറിയ ഫ്രോഡ് ബുദ്ധികളുള്ള എടുത്ത്. ആ മതി പോ. ടാറ്റാ, ഗുഡ് ബൈ, സീ യു. ടാറ്റാ പറഞ്ഞാര്.